ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ബന്ധപ്പെട്ട അതോറിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ അതോറിറ്റീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 3 തലങ്ങളിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The Consumer Protection Councils are established at the center, state and district level. ഓക്കെ, നമ്മൾ പറഞ്ഞു 3 തലങ്ങളിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്, രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്, മൂന്നാമത്തത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഓക്കെ, ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 4 to 6 ആണ്. ഓക്കെ, 4 മുതൽ 6 വരെയുള്ള സെക്ഷൻ ആണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്, നോക്കാം. അണ്ടർ ദ ആക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് ദ സ്പെസിഫിക് റൈറ്റ് ഓഫ് ദ കൺസ്യൂമർ. ഈ നിയമപ്രകാരം, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 4 to 6 പ്രകാരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമേഴ്സിന്റെ സ്പെസിഫിക് റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമപ്രകാരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 4 കുറിച്ചാണ്. എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 4. അപ്പോൾ ഇവിടെ ദ കൗൺസിൽ ഗവൺമെന്റ് നോൺ ആസ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ റെഫർഡ് ടു ആസ് സെൻട്രൽ കൗൺസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രൽ കൗൺസിൽ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിനെയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലായിട്ട് ഈ ഒരു നിയമപ്രകാരം പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദ കൗൺസിൽ ഗവൺമെന്റ് നോൺ ആസ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ റെഫർഡ് ടു ആസ് സെൻട്രൽ കൗൺസിൽ. ഓക്കെ, സെൻട്രൽ കൗൺസിലായിട്ട് പരിഗണിക്കപ്പെടുന്നത് സെൻട്രൽ ഗവൺമെന്റിനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ അംഗങ്ങളെ കുറിച്ചാണ്. The council shall consist the following members. Okay, അതിൽ ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പറെ കുറിച്ചാണ് പറയുന്നത്. The minister in charge of consumer affairs in the central government who shall be its chairman. അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ സെൻട്രൽ ഗവൺമെന്റില് കൺസ്യൂമേഴ്സ് അഫയേഴ്സിന്റെ ഇൻചാർജ് ഉള്ള മിനിസ്റ്റർ ആയിരിക്കും, മന്ത്രിയായിരിക്കും. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റില് കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇൻചാർജ് ഉള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് സച്ച് നമ്പർ ഓഫ് അതേഴ്സ് ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് റെപ്രസെന്റിംഗ് സച്ച് ഇൻട്രസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യലും നോൺ ഒഫീഷ്യലുമായിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും പിന്നിലുള്ള അതിനകത്തുള്ള അംഗങ്ങൾ. അതിന്റെ നമ്പറും നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന റൂള് അക്കോർഡിംഗ് ടു റൂൾ 3 സെൻട്രൽ കൗൺസിൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് 150 മെമ്പേഴ്സ്. അപ്പോൾ സെൻട്രൽ കൗൺസിൽ 150 അംഗങ്ങളാണ് മൊത്തത്തിൽ വേണ്ടത്. ഓക്കെ, അതിൽ ചെയർമാൻ, കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇൻചാർജ് ഉള്ള കേന്ദ്രമന്ത്രി, അതേപോലെ തന്നെ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും. മാക്സിമം നമ്പേഴ്സ് 150 ആണ്. ഓക്കെ, മെമ്പേഴ്സിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ 3 ആണ്. ഓക്കെ, ഇത്രയുമാണ് മെമ്പേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തായി പറഞ്ഞിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് ആണ്. സെക്ഷൻ 5 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ സെൻട്രൽ കൗൺസിൽ ഷാൽ മീറ്റ് ആസ് ആൻഡ് വെൻ നെസസറി. ഓക്കെ, എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും സെൻട്രൽ കൗൺസിൽ അതിന്റെ മീറ്റിംഗ് കൂടാം, അതിന്റെ നെസസിറ്റി അനുസരിച്ചാണ്. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഷാൽ ബി ഹെൽഡ് എവറി ഇയർ. എന്നിരുന്നാലും മിനിമം ഒരു മീറ്റിംഗ് എങ്കിലും ഒരു വർഷം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നടന്നിരിക്കണമെന്നാണ് റൂൾ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും മീറ്റിംഗ് കൂടാം. ഓക്കെ, പക്ഷേ മിനിമം ഒരു മീറ്റിംഗ് എങ്കിലും ഒരു വർഷം കൂടിയിരിക്കണമെന്നാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ദ സെൻട്രൽ കൗൺസിൽ ഷാൽ മീറ്റ് അറ്റ് സച്ച് ടൈം ആൻഡ് പ്ലേസ് ആസ് ദ ചെയർമാൻ മേ തിങ്ക് ആൻഡ് ഫിറ്റ്. അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ് എവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ചെയർമാനാണ്. അദ്ദേഹം തീരുമാനിക്കുന്ന ടൈം, അദ്ദേഹം തീരുമാനിക്കുന്ന പ്ലേസിലായിരിക്കും ആ മീറ്റിംഗ് നടക്കപ്പെടേണ്ടത്. ഓക്കെ, അതാണ് ആ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ട്സ് ഓഫ് ദ സെൻട്രൽ കൗൺസിൽ സെക്ഷൻ 6. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 4 to 6, 4 മുതൽ 6 വരെയുള്ള സെക്ഷൻസ് ആണ് സെൻട്രൽ കൗൺസിലുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അതിൽ സെക്ഷൻ 6 ആണ് സെൻട്രൽ കൗൺസിലിന്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ദ റൈറ്റ് to be protected against the marketing of goods and services which are hazardous to life and property. കൺസ്യൂമേഴ്സിന്റെ
ജീവനോ സ്വത്തിനോ ലൈഫിനോ പ്രോപ്പർട്ടിക്കോ ഹസാഡസ് ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള ഗുഡ്സും സർവീസും വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള അവകാശം. കൺസ്യൂമേഴ്സിന്റെ ജീവനും സ്വത്തിനും ദോഷകരമായിട്ടുള്ള ഗുഡ്സും സർവീസും വിപണനം ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിൽ നിന്നും കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സംരക്ഷണം നേടാനുള്ള അവകാശം. ഇതാണ് ഒന്നാമത്തെ റൈറ്റ് ആയിട്ട് കൺസ്യൂമർ ലഭിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, quantity, potency, purity, standard and price of goods and services so as to protect the consumers against unfair trade practices. അതായത് ഒരു ഗുഡ്സിന്റെയോ അതേപോലെ സർവീസിന്റെയോ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്, ഓക്കെ, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു ഗുഡ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പൊട്ടൻസി, അതിന്റെ എത്രത്തോളം ശുദ്ധമാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതിന്റെ പ്രൈസ് എന്താണ്, അതിങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഒരു കൺസ്യൂമറിന് അറിയാനുള്ള അവകാശം ഈ ഒരു നിയമത്തിലൂടെ ലഭിക്കുന്നു. ഈ ഒരു അവകാശങ്ങൾ കൺസ്യൂമർ ലഭിക്കുന്നത് മൂലം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് ദ റൈറ്റ് ടു ബി അഷ്യൂർഡ് wherever possible access to a variety of goods and services at competitive price. അതായത് എവിടെയാണോ കൺസ്യൂമർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും, അതാണ് റൈറ്റ് ടു ബി അഷ്യൂർഡ് വേറെവർ പോസിബിൾ. എവിടെയാണോ കൺസ്യൂമറിന് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഗുഡ്സും സർവീസ് അസസ് ചെയ്യാൻ സാധിക്കുന്നത് അവിടുന്ന് അത് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ, ന്യായമായിട്ടുള്ള പ്രൈസിൽ അത് നേടിയെടുക്കാനുള്ള, അത് കിട്ടുമെന്ന് ഉറപ്പാക്കാനുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ബി അഷ്യൂർഡ്. ഓക്കെ, പിന്നീട് പറയുന്നത് ദ റൈറ്റ് ടു ബി ഹിയർ ആൻഡ് അഷ്യൂർഡ് ദാറ്റ് കൺസ്യൂമർ ഇൻട്രസ്റ്റ് വിൽ റിസീവ് ഡ്യൂ കൺസിഡറേഷൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറംസ്. ഓക്കെ, അതായത് കൺസ്യൂമേഴ്സ് ഇതേപോലെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാനായിട്ട് 3 കൗൺസിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ കൗൺസിൽ, അതേപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കൗൺസിൽ. അതേപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് 3 ഫോറംസ് ഉണ്ട്. അത് ഇതേപോലെ തന്നെയാണ് സെൻട്രൽ ഫോറംസ്, സ്റ്റേറ്റ് ഫോറംസ്, ഡിസ്ട്രിക്ട് ഫോറംസ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്തെങ്കിലും പരാതി ഒരു കൺസ്യൂമർ ഈ ഫോറങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ വേണ്ട പരിഗണന ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള അവകാശവും ആർക്കുണ്ട്? കൺസ്യൂമറിനുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ റൈറ്റ് to be here and assured that consumer interest will receive due consideration. വേണ്ട രീതിയിലുള്ള കൺസിഡറേഷൻ ഈ പറഞ്ഞ ഏത് ഫോറത്തിലാണോ, അപ്രോപ്രിയേറ്റ് ഫോറംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സെൻട്രൽ ആകാം, സ്റ്റേറ്റ് ആകാം, ഡിസ്ട്രിക്ട് ആകാം, ഈ ഏത് ഫോറത്തിൽ നിന്ന് കൺസ്യൂമർ കൊടുത്തൊരു പരാതിക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള അവകാശം ഈ ഒരു നിയമത്തിലൂടെ കൺസ്യൂമറിന് ലഭിക്കുന്നു. പിന്നെ പറയുന്നത് ദ റൈറ്റ് to seek a redressal against unfair trade practice or restrictive trade practice or unscrupulous exploitation of consumers. അതായത് ഏതെങ്കിലും ഒരു കൺസ്യൂമർ അൺഫെയർ ട്രേഡ് പ്രാക്ടീസോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസോ അല്ലെങ്കിൽ അൺസ്ക്രിപ്ലെസ് എക്സ്പ്ലോയിറ്റേഷനോ ഏതെങ്കിലും ഒരു ബിസിനസ് മാൻമാരിൽ നിന്ന് നേരിടുകയുണ്ടായാൽ അതിനുള്ള പരിഹാരം നേടാനുള്ള അവകാശം ഈ ഒരു നിയമത്തിലൂടെ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകാര് കൺസ്യൂമേഴ്സിനെതിരെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തു, അൺസ്ക്രിപ്ലെസ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം നേടാനുള്ള അവകാശം ആർക്ക് ലഭിക്കുന്നു? കൺസ്യൂമറിന് ഈ റൈറ്റിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് റൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദ റൈറ്റ് ടു ബി കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ നല്ല രീതിയിലുള്ള അറിവ് നേടാൻ കൺസ്യൂമേഴ്സിന് അവകാശമുണ്ട് ഈ ഒരു നിയമത്തിലൂടെ. ഓക്കെ, ഒരു ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിന്റെ A to Z കാര്യങ്ങൾ കൺസ്യൂമറിന് അറിയാൻ ഈ ഒരു നിയമത്തിലൂടെ അവകാശം ലഭിക്കുന്നു. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ചാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 4 to 6 4 മുതൽ 6 വരെയുള്ള സെക്ഷൻസിലായിരുന്നു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ച് പരാമർശിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 7 ആണ്. ഇവിടെ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ 7. ഓക്കെ, അപ്പോൾ ഇവിടെ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് വിത്ത് എഫക്ട് ഫ്രം such date as it may specify in such notification a council to be taken as Consumer Protection Council
referred to as the state council. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റിൽ ഒരു കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നു. അതിനെ തന്നെയാണ് സ്റ്റേറ്റ് കൗൺസിലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ അതിലൊരു നോട്ടിഫിക്കേഷനിലൂടെ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൗൺസിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അല്ലെങ്കിൽ അതിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റേറ്റ് കൗൺസിലായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, പിന്നെ പറയുന്ന അതിന്റെ മെമ്പേഴ്സിനെ കുറിച്ചാണ്. മെമ്പേഴ്സ് the state council shall consist of the following member, namely ഒന്നാമത്തതും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മെമ്പർ ഇവിടെ the minister in charge of consumer affairs in the state government who shall be its chairman. ഓക്കെ, അപ്പൊ നമ്മൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട മെമ്പർ പറഞ്ഞിരുന്നു. സെൻട്രൽ ഗവൺമെന്റിൽ കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇൻചാർജുള്ള മന്ത്രിയായിരുന്നു ആ സെൻട്രൽ കൗൺസിലിന്റെ ചെയർമാൻ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റില് കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇൻചാർജ് ഉള്ള മന്ത്രിയാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ട് ഉള്ളത്. ഓക്കെ, അതുകൂടാതെ സച്ച് നമ്പർ ഓഫ് അതർ ഒഫീഷ്യൽസ് ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് റെപ്രസെന്റിംഗ് സച്ച് ഇൻട്രസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ചെയർമാൻ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഫീഷ്യലും നോൺ ഒഫീഷ്യലും മെമ്പേഴ്സും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 അംഗങ്ങളിൽ കൂടാതെ, മാക്സിമം 10 നോട്ട് എക്സീഡിംഗ് 10 എന്നാണ് പറയുന്നത്, 10 അംഗങ്ങളിൽ കൂടാതുള്ള അംഗങ്ങളും ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലും ഉണ്ടാവും. അടുത്തത് പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് ആണ്. നോക്കാം. ദ സ്റ്റേറ്റ് കൗൺസിൽ ഷാൽ മീറ്റ് ആസ് ആൻഡ് വെൻ നെസസറി ബട്ട് നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ് ഷാൽ ബി ഹെൽഡ് എവറി ഇയർ. എപ്പോഴാണോ ആവശ്യകത വരുന്നത് അപ്പോൾ എല്ലാവർക്കും മീറ്റിംഗ് കൂടാം. എന്നിരുന്നാലും മിനിമം 2 മീറ്റിംഗ് എങ്കിലും ഒരു വർഷത്തിൽ അവർ കൂടിയിരിക്കണം. ഓക്കെ, നമ്മൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ കേസ് പറഞ്ഞപ്പോൾ മിനിമം 1 മീറ്റിംഗ് ആയിരുന്നു. ഇവിടെ മിനിമം 2 മീറ്റിംഗ് എങ്കിലും സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒരു വർഷം കൂടിയിരിക്കണമെന്നാണ് റൂളിൽ പറയുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നത് ദ സ്റ്റേറ്റ് കൗൺസിൽ ഷാൽ മീറ്റ് അറ്റ് സച്ച് ടൈം ആൻഡ് പ്ലേസ് ആസ് ദ ചെയർമാൻ മേ തിങ്ക് ആൻഡ് ഫിറ്റ്. അതായത് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായ, അതായത് കൺസ്യൂമർ അഫയേഴ്സിന്റെ ഇൻചാർജുള്ള മന്ത്രി അദ്ദേഹം തീരുമാനിക്കുന്ന സമയം, അദ്ദേഹം തീരുമാനിക്കുന്ന സ്ഥലത്തായിരിക്കും അവരുടെ മീറ്റിംഗ് കൂടുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ചാണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 8 സബ്സെക്ഷൻ എ ആണ്. ഓക്കെ, ഇതൊരു അമെൻമെന്റിലൂടെ രൂപീകരിച്ചിട്ടുള്ള കൗൺസിലാണ്. ദ പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ എബവ് കൗൺസിൽ വാസ് മെയ്ഡ് ബൈ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അമെൻമെന്റ് ആണ് 2002. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ 2002 അമെൻമെന്റ് ചെയ്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2002 എന്ന പുതിയൊരു നിയമം പാസ്സാക്കിയാണ് ഈ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് പ്രൊവിഷൻ കണ്ടെത്തിയത്. ഓക്കെ, അതിനുശേഷമാണ് ആ 2002 അമെൻമെന്റിന് ശേഷമാണ് ഡിസ്ട്രിക്ട് തലത്തിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു തുടങ്ങിയത്. ഓക്കെ, പിന്നീട് പറയുന്നു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എസ്റ്റാബ്ലിഷ് ഫോർ എവറി ഡിസ്ട്രിക്ട് ബൈ നോട്ടിഫിക്കേഷൻ a council to be known as District Consumer Protection Council with effect from such date as it may specify in such notification referred to as District Council. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഇതേപോലെ ഓരോ ഡിസ്ട്രിക്ട് തലത്തിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റിലായിരിക്കണം ആ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നീട് അതിന്റെ മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. The members, the district council shall consist of following. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർ ദ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് ആണ്. ഓക്കെ, ഓരോ ഡിസ്ട്രിക്റ്റിലെയുള്ള കളക്ടർ ആയിരിക്കും ആ ഡിസ്ട്രിക്റ്റിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ. ഓക്കെ, ഹു ഷാൽ ബി ഇറ്റ്സ് ചെയർമാൻ. പിന്നീട് പറയുന്നത് സച്ച് നമ്പർ ഓഫ് അതർ ഒഫീഷ്യൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പേഴ്സും ഈ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ചെയർമാൻ ഏതാണോ ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടർ ആയിരിക്കും. അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പേഴ്സും ഈ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനി പറയുന്നത് പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് ആണ്. അതായത് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ മീറ്റിംഗിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. ദ ഡിസ്ട്രിക്ട് കൗൺസിൽ ഷാൽ മീറ്റ് ആസ് ആൻഡ് വെൻ നെസസറി ബട്ട് നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ് ഷാൽ ബി ഹെൽഡ് എവറി ഇയർ. ഡിസ്ട്രിക്ട് കൗൺസില് ആവശ്യകത അനുസരിച്ച് അവർ മീറ്റിംഗ് കൂടാറുണ്ട്. എപ്പോഴാണോ ആവശ്യം വരുന്നത് ഒരു മീറ്റിംഗിന്റെ അപ്പോൾ എല്ലാ മീറ്റിംഗ് കൂടാറുണ്ട്. എന്നിരുന്നാലും
ഒരു വർഷത്തിൽ നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ്സ്. ഓക്കെ, ഒരു വർഷത്തിൽ മിനിമം 2 മീറ്റിംഗെങ്കിലും അവർ കൂടിയിരിക്കും. അതിൽ കൂടത്തേ ഉള്ളൂ, ഒരിക്കലും 2ൽ കുറയില്ല. മിനിമം 2 മീറ്റിംഗ് എങ്കിലും ഒരു വർഷത്തിൽ ഡിസ്ട്രിക്ട് കൗൺസിൽ കൂടിയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ദ ഡിസ്ട്രിക്ട് കൗൺസിൽ ഷാൽ മീറ്റ് അറ്റ് സച്ച് ടൈം ആൻഡ് പ്ലേസ് ആസ് ദ ചെയർമാൻ മേ തിങ്ക് ആൻഡ് ഫിറ്റ്. ഓക്കെ, നമ്മുടെ സെൻട്രൽ കൗൺസിലും അതേപോലെ സ്റ്റേറ്റ് കൗൺസിലും പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കൗൺസിലും ചെയർമാൻ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തുമായിരിക്കും ഈ മീറ്റിങ്ങുകൾ കൂടുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകളെ പോലെ 3 തലങ്ങളിലാണ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡിസ്ട്രിക്ട് ഫോറം, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫോറം, അതേപോലെ തന്നെ നാഷണൽ ഫോറം. ഓക്കെ, അപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 10 to 15 10 മുതൽ 15 വരെ സെക്ഷൻസിലാണ് ഡിസ്ട്രിക്ട് ഫോറത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 16 to 19 16 മുതൽ 19 വരെയുള്ള സെക്ഷൻസിലാണ് സ്റ്റേറ്റ് ഫോറത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 20 to 23 20 മുതൽ 23 വരെയുള്ള സെക്ഷൻസിനകത്താണ് നാഷണൽ ഫോറത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഡിസ്ട്രിക്ട് ഫോറത്തെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ അതിന്റെ കോമ്പോസിഷൻ സെക്ഷൻ 10, അതായത് ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചാണ് പറയുന്നത്. അത് സെക്ഷൻ 10മായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ or is qualified to be a district judge who shall be its president. അതായത് ഒരു വ്യക്തി, അദ്ദേഹം ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആകാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാകാം. ഓക്കെ, ഈ 3 തലങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ പ്രസിഡന്റ്. ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയിലെ ജഡ്ജ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയുടെ ജഡ്ജ് ആയിരുന്ന വ്യക്തി, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയിലെ ജഡ്ജ് ആകാൻ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ പ്രസിഡന്റ്. ഓക്കെ, പിന്നെ 2 other members, one of whom shall be a woman who shall have the following qualification. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 മെമ്പേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഒരു പക്ഷേ ഒരു വുമൺ ആകാം, ഒരു സ്ത്രീ ആകാം. ഓക്കെ, ആ മെമ്പർമാർക്ക് താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. അതിൽ ഒന്നാമത്തത് ബി നോട്ട് ലെസ് ദാൻ 35 years ഓഫ് ഏജ്, അതായത് 35 വയസ്സിന് താഴെയുള്ള വ്യക്തികളായിരിക്കില്ല. മിനിമം 35 വയസ്സെങ്കിലും ആ 2 മെമ്പേഴ്സിന് ഉണ്ടായിരിക്കണമെന്നാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. പിന്നീട് possess a bachelor's degree from recognized യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി, ഒരു ഡിഗ്രി മിനിമം ഉണ്ടായിരിക്കണം ഈ മെമ്പേഴ്സിന്. പിന്നീട് പറയുന്നത് പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിംഗ് ആൻഡ് ഹാവ് ആഡിക്വേറ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 years in dealing with problems relating to economics, law, commerce, accountancy, industry, public affairs or administration. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നത് പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിംഗ് ഹാവ് adequate knowledge and experience of at least 10 years in dealing with problems relating to economics, law, commerce, accountancy, industry, public affairs or administration. അതായത് ഈ 2 ക്വാളിഫിക്കേഷനും കൂടാതെ ഈ വ്യക്തികൾക്ക് മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന മേഖലകളിൽ ഉണ്ടാവണം. അതായത് എക്കണോമിക്സ്, അതേപോലെ തന്നെ ലോ, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ് ഓർ അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും മേഖലകളിലെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്ത എക്സ്പീരിയൻസ് മിനിമം 10 വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം ഈ പറയുന്ന ബാക്കിയുള്ള 2 വ്യക്തികൾക്ക്. അതുകൂടാതെ പേഴ്സൺ ഓഫ് എബിലിറ്റി ഉള്ള പേഴ്സൺ ആവണം, ഇന്റഗ്രിറ്റി ഉള്ള പേഴ്സൺ ആവണം, സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഉറച്ച നിലപാടുകളുള്ള വ്യക്തിയാവണം, അതേപോലെ തന്നെ ആഡിക്വേറ്റ് നോളജ്, ആവശ്യത്തിന് അറിവുള്ള വ്യക്തികളായിരിക്കണം. ഓക്കെ, അപ്പം മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ, അതായത് ലോ, എക്കണോമിക്സ്, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അതുകൂടാതെ പേഴ്സണൽ എബിലിറ്റി ഉള്ള പേഴ്സൺ ആവണം, ഇന്റഗ്രിറ്റി ഉള്ള പേഴ്സൺ ആവണം, സ്റ്റാൻഡിങ് അതായത് ഉറച്ച നിലപാടുകളുള്ള പേഴ്സൺ ആവണം, അതേപോലെ തന്നെ ആവശ്യത്തിന് അറിവുള്ള പേഴ്സൺ ആവണം. അടുത്തതായി പറയുന്നത് സ്റ്റേറ്റ് ഫോറത്തെ കുറിച്ചാണ്. എ സ്റ്റേറ്റ് ഫോറം ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് സ്റ്റേറ്റ് ഫോറം അതാത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന് അതാത് സ്റ്റേറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഈച്ച് സ്റ്റേറ്റ് ഫോറം ഷാൽ കൺസിസ്റ്റ് ഓഫ്, അതായത് ഈ സ്റ്റേറ്റ് ഫോറത്തിൽ
അംഗങ്ങളായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. നോക്കാം. എ പേഴ്സൺ ഹൂ ഈസ് ഓർ ഹാസ് ബീൻ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൂ ഷാൾ ബി പ്രസിഡന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റാൽ നിയോഗിക്കപ്പെട്ട ഒരു ഹൈക്കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജ് ആയിരുന്ന വ്യക്തി, അദ്ദേഹമായിരിക്കും സ്റ്റേറ്റ് ഫോറത്തിന്റെ പ്രസിഡന്റ്. ഇത് കൂടാതെ 2 മെമ്പേഴ്സ് പിന്നെയുമുണ്ട്. നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 2 other members, one of whom shall be a woman. 2 മെമ്പർമാരുണ്ടാവും. അതിൽ ഒരെണ്ണം ഒരു പക്ഷേ വുമൺ ആകാം. ഹു ഷാൽ ബി എ പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിംഗ് ആൻഡ് ഹാവ് adequate knowledge or experience of or have shown capacity in dealing with problems relating to economic, law, commerce, accountancy, industry, public affairs or administration. ബാക്കിയുള്ള 2 വ്യക്തികൾ അവർ പേഴ്സണൽ എബിലിറ്റി ഉള്ള ആളായിരിക്കണം, ഇന്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം, അതേപോലെ തന്നെ ഉറച്ച നിലപാടുകളുള്ള ആളായിരിക്കണം. പിന്നെ അത് കൂടാതെ ഹാവ് ആഡിക്വേറ്റ് നോളജ്, നല്ല അറിവുള്ള ആളായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. എക്സ്പീരിയൻസ് നമ്മൾ കഴിഞ്ഞ ഡിസ്ട്രിക്ട് ഫോറത്തിൽ പറഞ്ഞു 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള, ഏതൊക്കെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ പറയുന്നുണ്ട്. എക്കണോമിക്സ്, ലോ, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ. ഈ മേഖലയിലുള്ള പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുള്ള പരിചയമുള്ള ആളുകളായിരിക്കണം ഈ പറഞ്ഞ 2 മെമ്പേഴ്സ്. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ സ്റ്റേറ്റ് കമ്മീഷൻ ക്യാൻ എന്റർടൈൻ കംപ്ലൈന്റ്സ് വെയർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആൻഡ് ദ compensation if any claimed exceeds 25 lakhs but not exceed 1 crore rupees. ഓക്കെ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കംപ്ലൈന്റ് കൺസ്യൂമേഴ്സ് ബിസിനസ്സുകാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ 25 ലക്ഷം രൂപയിൽ മുകളിലോ 1 കോടി രൂപയുടെ താഴെയോ ആണെങ്കിലാണ് സ്റ്റേറ്റ് ഫോറത്തിന്റെ കീഴിൽ വരുന്ന കംപ്ലൈന്റിന്റെ കാറ്റഗറി എന്ന് നമുക്ക് പറയാം. അപ്പൊ 25 ലക്ഷത്തിന് താഴെ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്ന കേസുകൾ അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള കംപ്ലൈന്റ് പരിഗണിക്കുന്നത് ഡിസ്ട്രിക്ട് ഫോറം ആയിരിക്കും. ഓക്കെ. 25 ലക്ഷത്തിന് മേളിലും 1 കോടിക്ക് രൂപയ്ക്ക് ഇടയിലുള്ള കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്ന കംപ്ലൈന്റ്സ് പരിഹരിക്കുന്നത് സ്റ്റേറ്റ് ഫോറം ആയിരിക്കും. അതിന് മുകളിൽ, അതായത് 1 കോടി രൂപയ്ക്ക് മേളിലുള്ള കംപ്ലൈന്റ് പരിഗണിക്കുന്നത് സെൻട്രൽ ഫോറം ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് പറയുന്നത് an appeal against the order of the state commission can be filed before the national commission within 30 days from the date of the order. അതായത് കൺസ്യൂമേഴ്സും ബിസിനസ്മാൻമാരുമായിട്ടുള്ള കേസിൽ സ്റ്റേറ്റ് ഫോറം ഒരു വിധി പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ വിധിയിൽ കൺസ്യൂമർ തൃപ്തരല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ, അതായത് നാഷണൽ കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാൻ ആ വിധി വന്ന് 30 ദിവസത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. കൺസ്യൂമേഴ്സിന് സ്റ്റേറ്റ് ഫോറത്തിൽ നിന്നൊരു ഓർഡർ കിട്ടി ഒരു കംപ്ലൈന്റിന്റെ തീർപ്പായിട്ട്. ആ ഓർഡറിൽ ആ കൺസ്യൂമർ സാറ്റിസ്ഫൈ ആകുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് നാഷണൽ കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തതിനു ശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ നാഷണൽ കമ്മീഷന്റെ മുൻപാകെ ആ അപ്പീൽ സമർപ്പിക്കണം. അടുത്ത പറയാൻ പോകുന്നത് നാഷണൽ ഫോറത്തെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൾ എസ്റ്റാബ്ലിഷ് എ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ ഫോറം. സെൻട്രൽ ഗവൺമെന്റ് ആണ് നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ ഫോറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഉൾക്കൊള്ളുന്ന അംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട് ഹൂ ഷാൽ ബി ഇറ്റ്സ് പ്രസിഡന്റ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫോറത്തിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സുപ്രീം കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജ് ആയിരുന്ന വ്യക്തി അദ്ദേഹമായിരിക്കും നാഷണൽ ഫോറത്തിന്റെ പ്രസിഡന്റ്. അതുകൂടാതെ 2 other members, one of whom shall be a woman. അതുകൂടാതെ 2 മെമ്പേഴ്സ്, അതിൽ ഒരാൾ വുമൺ ആയിരിക്കും. who shall be a person of ability, integrity and standing and have adequate knowledge or experience of or has shown capacity in dealing with problems relating to economics, law, commerce, accountancy, industry, public affairs or administration. ഓക്കെ. അപ്പം നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ 2 പേഴ്സൺസിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അവര് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഈ പറയുന്ന മേഖലയിൽ, അതായത് എക്കണോമിക്സ്, ലോ, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. ഈ മേഖലയിൽ പുറമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഈ വ്യക്തികൾ. അതുകൂടാതെ നല്ല എബിലിറ്റി ഉള്ള ആളായിരിക്കണം, ഇന്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം, നല്ല ഉറച്ച സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം, അതേപോലെ തന്നെ ആഡിക്വേറ്റ് നോളജ് ഉള്ള ആളായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം ബാക്കിയുള്ള 2 മെമ്പേഴ്സ്. പിന്നീട് പറയുന്നത് ദ നാഷണൽ കമ്മീഷൻ ക്യാൻ എന്റർടൈൻ കംപ്ലൈന്റ്സ് വെയർ ദ വാല്യൂ ഓഫ് ഗുഡ്സ്
or service and the compensation if any client exceed ₹1 crore. അതായത് ഒരു രൂപയിൽ കൂടുതൽ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്ന കേസുകളാണ് അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ആണ് നാഷണൽ കമ്മീഷന്റെ പരിഗണനയ്ക്ക് വരേണ്ടത്. ഓക്കെ, അതായത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട കംപ്ലൈന്റ്സ് ആണ് സ്റ്റേറ്റ് ഫോറത്തിന്റെ പരിഗണനയിൽ വരുന്നത്. ഇവിടെ നാഷണൽ ഫോറത്തില് 1 കോടിയുടെ മേൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട കേസുകളാണ് പരിഗണനയിൽ വരുന്നത്. ഓക്കെ, an appeal against the order of the National Commission can be filed in the Supreme Court within 30 days from the date of the order. അതായത് നാഷണൽ കമ്മീഷൻ ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഓർഡറിൽ ആ കൺസ്യൂമർ തൃപ്തനല്ല എങ്കിൽ അദ്ദേഹത്തിന് സുപ്രീം കോർട്ടിൽ അതിന്റെ അപ്പീലിന് പോകാം. ആ അപ്പീൽ പോകേണ്ടത് ആ ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിലായിരിക്കണം. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, ഇത്രയുമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ, ഹാപ്പി ലേണിംഗ്, താങ്ക് യു.